AKG സെന്ററിൽ ഡോക്ടർ സരിന് ചുവന്ന പരവാതാനി മേടിച്ച് ചുവന്ന ഷാളണിഞ്ഞ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഷാള് കഴുത്തിലിട്ട് സരിനെ AKG സെന്ററിൽ സ്വീകരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ആ പാർട്ടിയിൽ ഒരു ആള് ചേരുമ്പോൾ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചെങ്കിലും അവിടെ ഇങ്ങനെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മറ്റ് ഒരു വഴിയുമില്ല, CPM-ൽ തന്നെ ഉറച്ചു നിൽക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം CPM-ൻ്റെ AKG സെൻറ്ററിലെത്തുന്നു, തിരുവനന്തപുരത്തെ AKG സെൻറ്ററിലെത്തുന്നു. നേതാക്കന്മാരുടെ മുന്നിൽ വെച്ച് സ്വീകരണം ഏറ്റുവാങ്ങുന്നു. നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ AK ബാലനും പിന്നെ മന്ത്രി സജി ചെറിയാനും ഒക്കെ നിന്നുകൊണ്ടാണ് ഈ സരിനെ സ്വീകരിച്ചത്. ഇവിടെ ഇങ്ങനെ സ്വീകരിച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നിലധികം പേരുണ്ട് ഇതുപോലെ ചുവന്ന ഷാൾ അണിഞ്ഞ് സ്വീകരണം ഏറ്റുവാങ്ങിയ ചിലരെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആരൊക്കെയാണ് നിങ്ങളൊന്ന് ഓർമ്മിക്കണം. പ്രധാനമായിട്ടും എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് അതിന് പലരുമുണ്ട്. അതിനകത്ത് പ്രശാന്ത് മാത്രമാണ് ഒന്ന് രക്ഷപ്പെട്ട് പോയത്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് മാറി. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പിന്നീട് വിലയിരുത്തപ്പെടും. ഇനി വിലയിരുത്താൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാനെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞു ആ ചുവന്ന ഷാൾ അണിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്നത് ശരിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു അനിൽകുമാറുണ്ട്, അദ്ദേഹം എന്തോ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷെ പിന്നീട് വന്ന നമ്മുടെ ഭീമൻ രഘു വലിയ ആവേശത്തിൽ വലിയ വാചക കസർത്ത് നടത്തിക്കൊണ്ടാണ് ചുവന്ന ഷാൾ അണിഞ്ഞത് AKG സെൻറ്റർ മുന്നിൽ. എന്നിട്ട് അദ്ദേഹം AKG സെൻറ്റർ മുന്നിൽ വലിയൊരു ഷോയും നടത്തി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ഈ പാർട്ടിയിലുണ്ടോ? പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അദ്ദേഹത്തിന് ഈ പാർട്ടി എന്ത് പ്രവർത്തനങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഒരു വ്യക്തതയുമില്ല. പിന്നെ വന്നത് നമ്മുടെ സംവിധായകനായ രാജസേനനാണ്. രാജസേനനും വളരെ ആവേശത്തിലാണ് ഈ ചുവന്ന ഷാള് കഴുത്തിൽ അണിഞ്ഞ് AKG സെൻറ്ററിൽ നിന്നും പുറത്തിറങ്ങിയത്. AKG സെൻറ്ററിലോട്ട് കയറിയതും ഈ ചുവന്ന ഷാൾ അണിഞ്ഞ് AKG സെൻറ്ററിൻ്റെ ആളായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ രാജസേനൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും എന്താണെന്ന് ഒരു വ്യക്തതയുമില്ല. അദ്ദേഹം ഈ പാർട്ടിയിൽ എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, ഏത് ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതും യാതൊരു വ്യക്തതയുമില്ല. എന്തായാലും BJPയുടെ സ്ഥാനാർത്ഥിയായി പോലും മത്സരിച്ച് ജനങ്ങൾക്കിടയിൽ വളരെ അല്പമെങ്കിൽ പോലും കുറച്ച് നല്ല ഒരു സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആളാണ് രാജസേനൻ. മാത്രമല്ല കുറേ നല്ല സിനിമകളും എടുത്ത് ജനങ്ങളുടെ ഇടയിൽ നല്ല വിശ്വാസവും വലിയ താല്പര്യവും ഉണ്ടായിരുന്ന ആളാണ് രാജസേനൻ. പക്ഷേ ഇപ്പോൾ രാജസേനൻ എവിടെയാണ്? ഈ പാർട്ടിയിലുണ്ടോ എന്നതും സംശയം തന്നെയാണ്. അപ്പം ഞാൻ ഈ സരിനെ ചുവന്ന ഷാൾ അണിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പ്രധാനമായിട്ടും ഭീമൻ രഘുവിൻ്റെയും നമ്മുടെ രാജസേനൻ്റെയുമാണ്. രാജസേനൻ എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് എന്ന തരത്തിൽ ഞാനൊന്ന് ആലോചിക്കുകയും ചെയ്തു. എന്ത് പറ്റി രാജസേനൻ ചേട്ടന് എന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നാട് പിരപ്പങ്കോടാണ്. പിരപ്പങ്കോട് കൂടുതൽ CPM-കാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റിലും താമസിക്കുന്നവരെല്ലാം കൂടുതലും CPM-കാരാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ബന്ധമെല്ലാം കുട്ടിക്കാലം മുതലേ ഈ CPM സംഘടനകളുമായിട്ടും കലാസംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരു ബന്ധമാണ്. അത്തരത്തിൽ അദ്ദേഹം ഒരുപക്ഷെ അതിനോട് ചേർന്ന് പോകുന്നുണ്ടായിരിക്കാം. അദ്ദേഹം കുട്ടിക്കാലത്ത് നടത്തിയ അതേ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്താൻ കഴിയുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പാർട്ടിയിലെ പദവി എന്നത് വ്യക്തമല്ല. സാധാരണ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് CPM ആദ്യം കൊടുക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കർഷക സംഘത്തിൻ്റെ പോസ്റ്റാണ്. കർഷക സംഘത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനം എടുത്ത് തോളിൽ വെച്ചു കൊടുക്കും, അതുകൊണ്ട് നടന്നോടാ എന്ന് പറയും. അങ്ങനെ കർഷക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നായിട്ട് ഓരോ ചുമതലകൾ നൽകും. അങ്ങനെയാണ് അവർ പാർട്ടിയിൽ സജീവമാക്കുന്നത്. ഇപ്പോൾ സരിനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, സരിൻ ആദ്യം ഇവിടെ വരട്ടെ, ഞങ്ങളോടൊപ്പം നിൽക്കട്ടെ, ഞങ്ങളോടൊപ്പം നിന്നിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകട്ടെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകട്ടെ, എന്നിട്ട് ആലോചിക്കാം അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പിൻ്റെ കാര്യവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനവും എന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സരിന് CPM-ൽ ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ. BJP-യിൽ നിന്നും കോൺഗ്രസിൽ പോയ സന്ദീപ് വാര്യർക്കും ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ. അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും CPM-ലേക്ക് വന്ന സരിനും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും സ്ഥാനങ്ങൾ ലഭിച്ചോ എന്നതാണ് ആൾക്കാർ നോക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ കാലുമാറി വരുന്നവർക്ക് എന്ത് സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആളുകൾ പരിശോധിക്കും. എന്നാൽ
പണ്ട് മുതൽ പാർട്ടിയിൽ നിൽക്കുന്നവരെ അങ്ങനെ എന്തെങ്കിലും സ്ഥാനം കിട്ടിയോ ഇല്ലെന്ന് ആൾക്കാർ പരിശോധിക്കാറില്ല. അത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ശുദ്ധമായ പാർട്ടി പ്രവർത്തനമായിട്ട് ആൾക്കാർ കാണുകയുള്ളൂ. പക്ഷേ കാലുമാറി വരുന്നവർക്ക് എവിടെയെല്ലാം എന്തെല്ലാം സ്ഥാനങ്ങൾ കിട്ടി എന്നുള്ളത് എപ്പോഴും ആൾക്കാർ പരിശോധിച്ചു കൊണ്ടേയിരിക്കും.